ഹായ് ഡിയേഴ്സ്, ബീഡ്സ് വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കിടിലൻ ഇയറിങ്സ് ആണ് ട്ടോ പരിചയപ്പെടുത്തുന്നത്. ഉണ്ടാക്കാൻ സിമ്പിളാണെങ്കിലും കാണാണ്ടല്ലോ സൂപ്പറാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു കമൻറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ വീഡിയോ കാണുക, നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ബീഡ്സാണ് കേട്ടോ. 2 ഇയറിങ്സിൻ്റെ ഹുക്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3mm ഗിയർ വയറാണ് എടുത്തിട്ടുള്ളത്. സിൽവർ കളറിലുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ച് ആണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു കമ്മലിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. 4 പീസ്, 2 കമ്മലിന് 8 പീസ് വേണം. ഗിയർ വയറിൻ്റെ അറ്റം ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുത്ത് കോർക്കുമ്പോൾ താഴെ വീണ് പോവാതിരിക്കാനാണ്. അപ്പോൾ നമുക്ക് ഇരട്ടി പണി കിട്ടും. അപ്പോൾ അതിനേക്കാളും മുന്നേ ആയിട്ട് അതിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഈ വയറിൽ 1/4 ഭാഗം മാത്രമേ നമ്മൾ മുത്തിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ബാക്കി ഒരു 1/4 ഭാഗം നമുക്ക് പിരിച്ച് കെട്ടേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഒഴിവാക്കിയിടണം. ഇതുപോലെ 4 റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മുത്തുകൾ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. 2 സൈഡും പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് നന്നായിട്ട് ആദ്യം പിരിച്ചു കൊടുക്കുക. ടൈറ്റാക്കി തന്നെ പിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ മുത്ത് ഇടർന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഒരു ഭാഗം കെട്ടിയതിന് ശേഷം ലെവലാക്കി പിടിക്കുക. നന്നായിട്ട് ഒരുപോലെയാണ് മുത്ത് എന്നുള്ളത് ക്ലിയർ ആക്കുക. ചിലതിൽ കൂടിയും കുറഞ്ഞും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളതിന് കുറച്ച് മുത്തണ്ട് എടുത്തിട്ട് ഒരേപോലെ ആക്കി കൊടുക്കുക. നമ്മൾ കറക്റ്റായി എണ്ണി ഓരോന്നിലും മുത്തെടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരേപോലെ തന്നെ വരും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുത്തെടുക്കുമ്പോൾ എണ്ണി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ലാസ്റ്റ് ഭാഗവും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ പെയറും ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ പിരിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ മാത്രമേ രണ്ടും ഒരേ വലുപ്പത്തിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തേത് പിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെയാണ് പിരിച്ചെടുക്കേണ്ടത്. അത് 2 സൈഡും വയറ് പിരിച്ചു കൊടുത്തു നമ്മൾ ആദ്യം. അതിനുശേഷം മുത്തുകൾ തമ്മിൽ കൂട്ടി ഇതുപോലെ പിരിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഇയറിങ്സിൻ്റെ 2 എഡ്ജസും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. നല്ല വൃത്തിക്ക് ഈവനായിട്ട് വേണം ഇവിടെ പിരിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത് കാണുന്ന ഭാഗമാണ്, അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയിൽ വേണം ചെയ്യാൻ. ഇയറിങ്സിൻ്റെ ഹുക്സ് തൂക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്മൾ പപ്പടം കാച്ചുന്ന ആ ഒരു സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ടൂത്ത് പിക്ക് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കണം. നല്ല വൃത്തിയിൽ ഒരു 3 ചുറ്റി ചുറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ എഡ്ജ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എഡ്ജ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. 2 ഇയറിങ്സും നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു റൗണ്ട് ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. താഴോട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുന്ന ഒരു ഓവൽ ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഈ ഒരു ഡിസൈനും അതിൻ്റെ ഹുക്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജംറിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഗിയർ വയർ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ജംറിങ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു കമ്പിയിൽ നന്നായിട്ട് ചുറ്റിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ 5mm ഗിയർ വയറാണ് എടുത്തിട്ടുണ്ട്. അതേ അത്യാവശ്യം കട്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആദ്യം നമ്മൾ ഹുക്സ് ഇട്ട് കൊടുക്കുക അതിനുള്ളിൽ. അതിനുശേഷം നമ്മൾ ഈ ഒരു ഡിസൈനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക.
അങ്ങനെ നമ്മളെ ഇയറിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റിങ്സാണ്. നല്ല ഹെവി ലുക്കുമാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. സിമ്പിളായിട്ട് തോന്നുന്ന ഒരു ഡിസൈനാണിത്. ഇത് നമ്മൾ ഏത് കളർ ഡ്രസ്സിനാണെങ്കിലും മാച്ചാക്കി ബീഡ്സ് വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും എന്തെങ്കിലും ഒരു കമൻറ്റ് നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇടാനും മറക്കരുത്. അപ്പോൾ ഇങ്ങനത്തെ ഇയറിങ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ID ആയിട്ടുള്ള പ്രോഗ്രാംസിൽ വന്നാൽ മതി. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.